ഏപ്രിൽ 1 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഫൂൾസ് ഡേ. എന്നാൽ ഏപ്രിൽ 1 1976 ചരിത്രം തന്നെ മാറി മറിഞ്ഞൊരു ദിവസമാണ്. കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ 2 സ്റ്റുഡൻസ്, സ്റ്റീവ് ജോബ്സ് ആൻഡ് സ്റ്റീവ് വോസ്നിയാക്ക്. ഇവർക്ക് രണ്ടുപേർക്കും അന്നത്തെ കാലത്ത് വലിയ ഒരു ഡ്രീം ഉണ്ടായി. കമ്പ്യൂട്ടറെല്ലാം വളരെ വലുതായിരുന്ന ആ ഒരു സമയത്ത് ഓരോരുത്തരുടെ വീട്ടിലും ഒരു കുട്ടി പേഴ്സണൽ കമ്പ്യൂട്ടർ എത്തിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഡ്രീം. അങ്ങനെ ജോബ്സും വോസ്നിയാക്കും കൂടി സ്റ്റീവ് ജോബ്സിന്റെ വീട്ടിലുണ്ടായ ഗ്യാരേജിൽ പോയിരുന്നു. അവിടെ നിന്നും അവർ തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ആപ്പിൾ. ആപ്പിൾ അങ്ങനെ ഏറ്റവും ആദ്യം ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചുവെങ്കിലും അതിന് മോണിറ്ററോ കീബോർഡോ ഉണ്ടായില്ല. എന്തിന്, ആ ഒരു കമ്പ്യൂട്ടറിന്റെ സർക്യൂട്ടറിക്ക് ഒരു കേസിംഗ് പോലും ഉണ്ടായില്ല. 1977 അവർ ഏറ്റവും ആദ്യം കമ്പ്യൂട്ടറിന് ഒരു കേസിന്റെ അകത്ത് വെച്ച് ഇറക്കിയത്. അങ്ങനെ ഏകദേശം ഒരു വർഷം $7.8 മില്യൺ റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആപ്പിൾ 1978 ആപ്പിളിന്റെ ആപ്പിൾ 2 എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ഇറക്കി. ആൻഡ് അത് റെവല്യൂഷണറി കമ്പ്യൂട്ടർ ആയിരുന്നു വിത്ത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കളർ ഗ്രാഫിക്സ്. ആ ഒരൊറ്റ കമ്പ്യൂട്ടർ കൊണ്ട് മാത്രം അവർ 1978 $7.8 മില്യൺ റവന്യൂവിൽ നിന്നും $117 മില്യൺ റവന്യൂ സമ്പാദിക്കുന്ന ഒരു കമ്പനിയായി മാറി. അങ്ങനെ ആ വർഷം തന്നെ ആപ്പിൾ ഒരു പബ്ലിക് കമ്പനിയായി. അവരുടെ ഷെയർസ് എല്ലാം ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു IPOയും നടത്തി. എന്നാൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ തന്നെയാണോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, പുതിയതായി ഒന്നും എനിക്കിതിൽ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് 1983 വോസ്നിയാക്ക് ആപ്പിൾ വിട്ടു. അങ്ങനെ ഇരിക്കെ സ്റ്റീവ് ജോബ്സ് പെപ്സിക്കോ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ജോൺ സ്കള്ളിയെ റിക്രൂട്ട് ചെയ്ത് ആപ്പിളിന്റെ പ്രസിഡന്റ് ആക്കി മാറ്റി. എന്നാൽ പിന്നീടാണ് ആപ്പിൾ കമ്പനിയിലേക്ക് ജോൺ സ്കള്ളിയെ പ്രസിഡന്റ് ആക്കിയത്. സ്റ്റീവ് ജോബ്സിന്റെ മണ്ടത്തരമായിട്ട് തോന്നിയത്. വളരെ വലിയ കോൺട്രവേഴ്സീസ് വന്ന് സ്റ്റീവ് ജോബ്സ് തുടങ്ങിയ ആപ്പിളിൽ നിന്നും സ്റ്റീവ് ജോബ്സ് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ 1985 സ്റ്റീവ് ജോബ്സ് ആപ്പിളിൽ നിന്നും ഫയർ ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റീവ് ജോബ്സിന്റെ സ്വന്തമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ എന്നായിരുന്നു ആ ഒരു കമ്പനിയുടെ പേര്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ വളരെയധികം ഡെവലപ്മെന്റ്സ് ആണ് സ്റ്റീവ് ജോബ്സ് ഫ്യൂച്ചറായിട്ട് കണ്ടത് എന്നുള്ളതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് പിന്നീട് പിക്സാർ എന്ന് പറഞ്ഞ കമ്പനിയെ മേടിച്ചു. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ആനിമേഷൻസും കാര്യങ്ങളെല്ലാം അവരുടെ ഒരു നെക്സ്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നാൽ മറുവശത്ത് 1980 നിന്നും 1990 കാലഘട്ടങ്ങളിൽ വരെ ആപ്പിൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 1990 ആപ്പിൾ അവരുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് വരെയും ഉണ്ടാക്കി. ആൻഡ് അത്രയും വർഷത്തിൽ അത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കാരണവും സ്റ്റീവ് ജോബ്സിന് ഓൾറെഡി ഉണ്ടായ വിഷനുകൾ അവിടെ ഉണ്ടായി. അത് തന്നെയായിരുന്നു ആപ്പിൾ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആൻഡ് സ്റ്റീവ് ജോബ്സ് ആപ്പിൾ വിടുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കമ്പനിയായിട്ട് ചെറിയൊരു കോൺട്രാക്റ്റും ആപ്പിളുമായിട്ട് വെച്ചിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ അഡോബ് ആയിരുന്നു. അഡോബ് അന്നത്തെ കാലത്ത് ജസ്റ്റ് ഒരു PDF റീഡർ ആയിരുന്നു. ഒരു അഡോബിന്റെ ആക്രോബാറ്റ് PDF റീഡറുമായിട്ടുള്ള ചെറിയൊരു ടൈപ്പും കൂടി ആയതുകൂടിയാണ് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ആപ്പിളിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ ഇരിക്കെ 1985 മൈക്രോസോഫ്റ്റ് ആപ്പിളിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സ്കള്ളിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞങ്ങൾ ലൈസൻസ് ചെയ്തുകൊട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ടായി. എന്നാൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലൈസൻസ് ചെയ്യാനായിട്ട് തരില്ല എന്ന് സ്കള്ളി ഉറച്ചു നിന്നെങ്കിലും പിന്നീട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും ഗ്രാഫിക്കലായിട്ടും വന്നപ്പോൾ അത് ശരിക്കും സ്കള്ളിനെ വല്ലാണ്ട് മാനസികമായി ബാധിച്ചു. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ ആ ഡീല് നടക്കാത്തതുകൊണ്ട് വിൻഡോസ് സ്വന്തമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കി. അത് വളരെ നല്ല രീതിയിൽ പോപ്പുലറായി. 1990 നിന്നും 1996 കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ ഈ ഒരു ആപ്പിളിന്റെ കമ്പ്യൂട്ടേഴ്സിന് യാതൊരു പ്രസക്തിയും ഉണ്ടായില്ല. വിൻഡോസ് വളരെയധികം അങ്ങ് കയറി കുതിച്ചു. അങ്ങനെ 1997 ആപ്പിളിന് യാതൊരു വഴിയും ഉണ്ടായില്ല മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ. അവർക്ക് സ്വന്തമായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എന്നുള്ളതുകൊണ്ട് സോ എത്രയും പെട്ടെന്ന് നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന് വേണം എന്നിരിക്കുമ്പോഴാണ് ആപ്പിളിൽ നിന്ന് നമ്മുടെ സ്കള്ളി പോയി സ്റ്റീവ് ജോബ്സിനകത്ത് നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചത്. അങ്ങനെ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആപ്പിളിന്റെ കമ്പ്യൂട്ടറിൽ വന്നപ്പോൾ സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിന്റെ CEO ആയിട്ട് സ്ഥാനമെടുത്തു. അങ്ങനെ സ്റ്റീവ് ജോബ്സ് ആപ്പിൾ വീണ്ടും സ്ഥാനമെടുത്തതിന് ശേഷം സ്റ്റീവ് ജോബ്സ് മൈക്രോസോഫ്റ്റുമായിട്ട് ടൈപ്പിലൂടെ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം വേർഡ് ഇൻ്റഗ്രേഷൻ, എക്സൽ ഇൻ്റഗ്രേഷൻ, പവർ പോയിന്റ് ഇൻ്റഗ്രേഷൻ എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആപ്പിളിന്റെ മാക് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ആപ്പിളിന്റെ മാക്കിൻതോഷ് കമ്പ്യൂട്ടേഴ്സ് വളരെയധികം പോപ്പുലർ ആവാനും തുടങ്ങി. ആപ്പിളിന്റെ പ്രോഫിറ്റ് വമ്പനായിട്ട് കുതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റീവ് ജോബ്സ് അവരുടെ കമ്പ്യൂട്ടറിനെ കുറച്ചുകൂടി റീവാമ്പ് ചെയ്ത് അവരുടെ സ്വന്തമായിട്ടുള്ള iBook പുറത്തിറക്കിയത്. ആൻഡ് iBook എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് ആയിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാർക്ക് അത് വളരെയധികം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അതിന് പുറകെ ആയിട്ട് ആപ്പിൾ അവരുടെ സ്വന്തമായിട്ടുള്ള iPodഉം പുറത്തിറക്കി. ബെസ്റ്റ് സെല്ലിംഗ് ഡിവൈസ് ആയിട്ട് മാറി. ഇൻ ദ എൻഡ് അങ്ങനെ iPodഉം ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ഒരു മ്യൂസിക് പ്ലെയറും എല്ലാം കൂടി ചേർത്ത് അവരുടെ സ്വന്തമായിട്ടുള്ള iPhone പുറത്തിറക്കി. ആൻഡ് iPhone വന്നതോടുകൂടി ആപ്പിളിന്റെ തലവര തന്നെ മാറി. അങ്ങനെ 2007 ആപ്പിൾ അവരുടെ സ്വന്തമായിട്ടുള്ള ടച്ച് സ്ക്രീനുള്ള സ്മാർട്ട് ഫോൺ ഇറക്കിയായിരുന്നു. അതായിരുന്നു നമ്മുടെ iPhone. അന്നത്തെ കാലത്ത് iPhone കണ്ടപ്പോൾ ഒരു കീപാഡ് പോലും ഇല്ലാത്ത ഈ ഒരു സ്മാർട്ട് ഫോണൊക്കെ ആര് ഉപയോഗിക്കും? ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോണിൽ കീബോർഡ് വേണം എന്ന് പറഞ്ഞ് ബ്ലാക്ക്ബെറി വരെയും ആപ്പിളിനെ കളിയാക്കിയിരുന്നു
പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്നോവേഷൻസിൻ്റെ ഉത്തമ പര്യായമായിട്ട് നമ്മുടെ ആപ്പിൾ മാറിക്കഴിഞ്ഞായിരുന്നു. ഓരോ തവണയും ഓരോ വർഷവും ആപ്പിൾ ഓരോ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും ഓരോ ഐഫോൺ ഇറക്കുമ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇക്കൊല്ലം എന്താണ് പുതിയതായി ആപ്പിൾ കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ ആപ്പിൾ കമ്പനി വളർന്ന് അവരിപ്പോൾ ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തെ ഐഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വലിയ ഇന്നോവേഷൻസോ വലിയ ഡെവലപ്മെൻറ്റ്സോ ഒന്നും തന്നെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ പ്രധാന 2 കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ആപ്പിൾ അവരുടെ സർവീസുകളിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ആർക്കേഡ്, ആപ്പിൾ വൺ, ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ ന്യൂസ്, ആപ്പിൾ ഫിറ്റ്നസ് എന്നിങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലുകളിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോയിൽ ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.